സാലറി ചലഞ്ചിൽ തിരിച്ചടി ഏറ്റുവാങ്ങി സർക്കാർ 500 കോടി രൂപ പ്രതീക്ഷിച്ച സ്ഥലത്ത് ലഭിച്ചത് 250 കോടിയിൽ രൂപ താഴെ മാത്രം. കൂടുതൽ ആളുകളും സമ്മതപത്രം നൽകിയത് ലീവ് സറണ്ടറിൽ നിന്നും തുക ഈടാക്കാൻ വേണ്ടി. വയനാട് പുനരധിവാസത്തിന്റെ പേര് പറഞ്ഞ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ കൈയിട്ട് വാരാനുള്ള സർക്കാർ നീക്കം ജീവനക്കാരുടെ ഒന്നിച്ചുള്ള പ്രതിരോധത്തിൽ അപ്രസക്തമായെന്നതാണ് യാഥാർത്ഥ്യം. 52% ജീവനക്കാർ മാത്രമാണ് ആകെ സാലറി ചലഞ്ചിന് തയ്യാറായി സമ്മതപത്രം നൽകിയത്. ഇതിൽ കൂടുതൽ പേരും ലീവ് സറണ്ടറിൽ നിന്നും തുക ഈടാക്കുന്നതിനാണ് സമ്മതപത്രം നൽകിയതെന്നതും സർക്കാരിന് തിരിച്ചടിയായി. അതായത് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നേരിട്ട് പണം പിടിക്കാമെന്ന സർക്കാരിന്റെ മോഹത്തിന് വലിയ തിരിച്ചടിയേറ്റു. സാലറി ചലഞ്ചിലൂടെ 500 കോടിയെങ്കിലും കണ്ടെത്താമെന്നായിരുന്നു സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും പ്രതീക്ഷ. എന്നാൽ കിട്ടിയതാകട്ടെ പകുതിയിൽ താഴെ തുക മാത്രം. സാലറി ചലഞ്ച് നിർബന്ധപൂർവ്വം നടപ്പിലാക്കാനുള്ള സർക്കാർ നീക്കം ജീവനക്കാരിൽ നിന്ന് വലിയ എതിർപ്പ് വരാൻ കാരണമായിരുന്നു. പിന്നാലെ സമ്മതപത്രം നൽകാത്തവരിൽ നിന്ന് ശമ്പളം പിടിക്കില്ലെന്ന സർക്കാർ നിലപാട് മാറ്റി. 10 ദിവസത്തെ ശമ്പളം നൽകണമെന്നായിരുന്നു നേരത്തെ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട്. ജീവനക്കാരുടെ സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് ഇത് പിന്നീട് 5 ദിവസമായി കുറയ്ക്കുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.